Hello guys, welcome back to our channel. Hello guys. This is Sajida and it's friend Dakshina. Hello guys. വെട്ടം പോകുന്നുണ്ട്. മൂത്തൂടെ എനിക്കറിയത്തില്ല. ഈ ഫോട്ടോ എടുക്കാത്തോണ്ട് നീ എന്നോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റേ. കരിപിടിച്ചിരിക്കുന്നെനിക്ക് തോന്നണി. ഇങ്ങനത്തെ നല്ല രസമാണ്. നീ ഫസ്റ്റ് ടൈം അത് കാണുന്നോണ്ട് അങ്ങനെ നിങ്ങളുടെ വീഡിയോ എടുക്കുമോ? കുളിക്കത്തില്ലെന്ന് എന്തായാലും അറിയാം. കൊടുത്തയാണ് കുളിക്കാത്ത. ഞാൻ ഒരുമാതിരി ഇരിക്കുന്നതിൻ്റെ അകത്ത്. അമ്മയ്ക്ക് ഇവിടെ പ്രാണവായന, അവൾക്ക് ഇവിടെ വീണവായന. അമ്മയ്ക്ക് അവിടെ പ്രസവന അവക്കടയിന പ്രാണവായന അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നീ കളിക്കല്ലേ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കൊണ്ടുപോട്ടെ. ഒന്നും വരുന്നില്ല, വഴങ്ങുന്നില്ല. വെള്ളം അടിച്ചിട്ടുണ്ടോ? വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. എന്തോ വയറ്റ് കിടന്ന് ഞാൻ കണ്ടില്ലായിരുന്നു ഇതുവരെ. ലിപ്സ്റ്റിക് ഇത് എന്തോ നമ്പർ എന്തോ പട്ടിക്കാട്ടോ ഒറ്റക്കാട്ടോ എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഒന്ന് വഴി മാറാം. ഗിഫ്റ്റിന്റെ അടി എടുക്കണേ. അത് ശരിയല്ലേ, ഗിഫ്റ്റ് എടുക്കണമല്ലേ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വേണോ? ഓക്കെ, 1 2 3. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സജിത. ഇതെന്റെ ഫ്രണ്ട് ദക്ഷിണ. അപ്പം നമ്മള് ഇവിടെ വന്നിട്ട് ജർമ്മനി വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആട്ടോ, ആഘോഷമാട്ടോ. ഫസ്റ്റില് ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ട വന്നാണ്. പക്ഷെ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ക്രിസ്മസ്. ഇവിടെ സാധാരണ 24 കണ്ടെന്നു ക്രിസ്മസ് ആഘോഷം. അപ്പം ഞങ്ങൾക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടി. ഇവിടെ ആർക്കും ഞങ്ങൾ അങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യാൻ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നല്ലാണ്ട് എനിക്ക് തന്നായിരുന്നു. ഇവിടെ വന്നത് എനിക്കൊരു ഗിഫ്റ്റാണ്. എന്നെ കണ്ടത് എനിക്കൊരു ഗിഫ്റ്റാണ്. ഇവിടെ വന്ന് 2 മാസം കൊണ്ടായിട്ടോ. എന്നിട്ട് ഇതുവരെ ഭയങ്കര ലോൺലിനെസ് ഒക്കെ അടിച്ചിട്ട് കുറച്ച് ഡിപ്രഷനിലൊക്കെ ആയിരുന്നു. ചെറിയ ഡിപ്രഷൻ, ഫുഡ് നാട്ടിലെ ഫുഡ് മിസ് ചെയ്തിട്ടുള്ള ഡിപ്രഷൻ. എന്നിട്ട് ഞങ്ങൾ വന്നു. ഇതേ ഡിപ്രഷൻ എനിക്ക് വരാൻ 2 ആഴ്ച ആയല്ലോ ഇവിടെ വന്നിട്ട്. ആ ഡിപ്രഷൻ എനിക്കിവിടെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വീഡിയോ ഞങ്ങൾ തമ്മിൽ ഒരു 8 hours ട്രാവൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ വന്നതെന്ന് വെച്ചാല് ഈ ഗിഫ്റ്റ് ഒക്കെ കാണിക്കാനായിരുന്നു കേട്ടോ. ഇപ്പൊ കേട്ടോ ഒത്തിരി തോന്നുന്നു കേട്ടോ. ഇത് ജർമ്മനിലുള്ള എൻ്റെ ഫാമിലി എന്ന കുറച്ച് ഗിഫ്റ്റ് കേട്ടോ. ഞാൻ ഇവളെയും കൂടെ വിളിച്ചു. അവരെനിക്ക് കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് കുറേയേറെ എനിക്ക് എന്നെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാനായാലും ഫുഡിന്റെ കാര്യത്തിലായാലും ഓരോന്ന് പറഞ്ഞു തരുന്ന കാര്യത്തിലും എനിക്ക് തോന്നുന്നു ജർമ്മൻസ് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയാ ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള ആൾക്കാരായിട്ടുള്ള ജർമ്മൻസ് എന്ന് പറയുന്നത്. അത് ഇവളുടെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും അങ്ങനെ കേട്ടോ. അപ്പം ഇവള് വന്നപ്പം ഇവളെയും എന്നെയും ആ ഫാമിലി ഇൻവൈറ്റ് ചെയ്തിട്ട് കുറേ ഫുഡ്. ഇവര് ഭയങ്കര ആഘോഷമായിട്ട് ഭയങ്കര വലിയ ടേബിളൊക്കെ ആയിട്ടോ. ഒരു ഭയങ്കര ആഘോഷം ഇവിടെ. ഗെയിംസ്, ഡ്രിങ്ക്സ്, ഫുഡ്സ്, നമ്മളിങ്ങനെ അത് കഴിക്കാൻ ഇവർക്ക് നേരം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളവിടെ പോയി. ഫസ്റ്റ് ടൈം മലയാളീസുകളാണല്ലോ, നമുക്ക് ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കുറേ ആയി. അങ്ങനെ ഇവൾക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മാത്രമേ ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ ആൾക്കാരുടെ കാര്യമില്ലല്ലോ. അപ്പം ഇവർക്കും ഗിഫ്റ്റ് അവർ കൊടുത്തു കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തരും ഇല്ലെങ്കിൽ അവരെന്നെ വിളിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവരെന്നെ വിളിച്ചു, എനിക്ക് ഗിഫ്റ്റ് വന്നു. അതേപോലെ ഇവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്കത് ഭയങ്കര വലിയ സർപ്രൈസ് ആയിട്ടോ. ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുറെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഞാൻ കുറച്ചൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയത്തില്ല. എവിടെ നിന്ന് തുടങ്ങണം? ഞങ്ങളിവിടെ തുടങ്ങട്ടെ. ഇവിടുന്ന് ഇത് വലിയ ഗിഫ്റ്റ് അല്ലേ, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞിനൊന്നും തുടങ്ങാം. ഓക്കെ. ഇത് ഇവക്ക് കൊടുത്ത ചോക്ലേറ്റ് കേട്ടോ. ഞാൻ കൊടുത്ത എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് ഞാൻ താഴെ വെച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ഞങ്ങൾ ഷെയർ ചെയ്യും. ഓക്കെ. ചുമ്മാ നാളെ പോകുമ്പോ കൊണ്ടോ മൊത്തം ഞാൻ കൊണ്ടുപോകും.
പിന്നെ ഇതും എനിക്ക് അവര് ഒരേപോലെ എന്നുവെച്ചാൽ ഇവക്കും എനിക്ക് ഒരേപോലെ തന്ന ഗിഫ്റ്റ് ആട്ടോ. അത് എങ്ങനെ സാധിച്ചെന്ന് എനിക്ക് തന്നിട്ടില്ല. നോക്കാം. കണ്ടോ വെട്ടക്കൂടുതൽ അല്ലാണ്ട് ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ വെച്ച് കാണിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു കിലുക്കൊക്കെ ഉള്ളൊരു എന്ത് ബാംഗിൾസോ എന്താ പറയണേ, ബ്രേസ്ലെറ്റ് ബാംഗിൾസ് തന്നെയാണ്. ഇതൊരു ബ്രേസ്ലെറ്റ് പെണ്ണാന്ന് ചോദിച്ചാണ്. ഇത് എനിക്ക് ബുക്ക് ഒരേപോലെ കേട്ടോ തോന്നേക്കണേ. എനിക്കത് കമ്മലായിട്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അത് അവളെ സാധനമായിട്ടോ, അവളത് ഓപ്പൺ ചെയ്ത സമയം ഇത് ഞാൻ തുറന്നു നോക്കട്ടെ. കിട്ടിയപ്പോ തന്നെ ഇത് കിളിങ്ങുന്നുണ്ടായിരുന്നു കണ്ടോ. അപ്പൊ ഞാൻ എക്സൈറ്റ്മെന്റ് സോറി കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ആട്ടോ ഓപ്പൺ ചെയ്തു, പക്ഷെ ഇവിടെ എല്ലാരും ഓപ്പൺ ചെയ്യേണ്ടതായിരുന്നു. ഇതെന്നാ സാധനം എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇതെന്നാ സാധനം സത്യം പറഞ്ഞാൽ എന്ത് പാടി എനിക്ക് അറിയത്തില്ല. എന്നാത്തിന്റെ ഓയില്. ഞാൻ ഇത് ലാസ്റ്റ് എന്നുവെച്ചാൽ ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇത് കാണിക്കാൻ കേട്ടോ. ഇതെന്നാ സാധനം. ഇത് 3 ഉണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. എന്തിനാ എഴുത്തുണ്ടായി അറിയാത്ത ഇതിന് തന്നെ ഈ സാധനം കൊടുത്തല്ലോ. എന്തുവാ എന്തുവാ പറഞ്ഞായിരുന്നോ? വഴിയെ കുറെ വീഡിയോ എഴുതുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇവർക്ക് കിട്ടിയതാട്ടോ. ഡയറി ലോക്കുണ്ട്. ഇത് കിട്ടുന്നുണ്ടോ? എന്ത് എഴുതാനാ? കാണാം, ചോയ്ക്ക് വെക്കാം. അതെ പറ്റത്തുണ്ട്. പഠിക്കണം നോക്കണം ബുക്കിന്റെ ആവശ്യം. ഇത് എനിക്ക് കിട്ടിയ ഡ്രസ്സാട്ടോ. ഇത് എനിക്കിത് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ലുവാന ലുവാന എന്ന് ചേച്ചി എനിക്ക് തന്നേട്ടോ. ഞാൻ ഇതും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് വെച്ച് ഞാൻ ഫോട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് എനിക്കിവിടെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഗൈസ്. കുഞ്ഞുങ്ങളൊക്കെ അല്ലേ. പിന്നെ ലൗറ എനിക്കെന്ന ഒരു ഗിഫ്റ്റായിട്ട് എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ടും പിന്നെ എനിക്കിത് എങ്ങനെ ഇവിടുത്തെ ഓർഡർ ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ആ റിംഗിലേക്ക് വെച്ച് എടുക്കണേ. പുള്ളിക്കാരത്തി എന്നൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് ഇങ്ങനൊരു സാധനം കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈ ഒരു ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബോക്സിങ് നല്ലതായിട്ടുണ്ടായിരുന്നു. നമുക്കത് നോക്കാം. കടം കെട്ട് ഇട്ടിട്ട് വെച്ചേക്കണം അവര്. തുറക്കല്ല ഇവള് കുളിക്കത്തില്ലെന്ന് എന്തായാലും അറിയാം. കൊടുത്തയാണ് കുളിക്കാത്തതിന്. ഇതെന്നെ കളിക്കണ്ടോ? എന്നായാലും കുളിക്കുന്ന സാധനമാണ്. ഇത് ഞാൻ പുള്ളിക്കാരത്തിട്ട് പറഞ്ഞു. നമ്മുടെ ഇത് ഭയങ്കര തണുപ്പ് ഇവിടെ നമുക്കൊട്ടും പറ്റത്തില്ല. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ചുളുങ്ങി ഒരുമാതിരിയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ മേ ബി ഞാൻ അതുകൊണ്ട് മേടിച്ചെന്നായിരിക്കട്ടെ. ഇതും എന്താണെന്ന് പറഞ്ഞാൽ ഇതും അങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ സ്കിൻ ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റും. നമ്മൾക്ക് സ്കിന്നിന് ഇച്ചിരി അതിന് പറ്റിയ കുറച്ച് പ്രൊഡക്ട്സ് ആട്ടോ പുള്ളിക്കാരത്തിൽ തന്നേക്കണേ. ഇതാണ്ടേ ഇതും ഇതെല്ലാം ഒരു പ്രൊഡക്റ്റ് ആട്ടോ. അല്ല വേറെ പ്രൊഡക്റ്റ് ഒരു കമ്പനി ആട്ടോ. ഇത് ഞാൻ കാണിച്ചേക്കാം. ഇതൊക്കെയാണ് ഗിഫ്റ്റ് ചെയ്തതായിരിക്കും. പക്ഷെ ഹാൻഡിനുള്ളത് ബോഡി വാഷ്, പിന്നെ ബോഡി ക്രീം. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു മുട്ടായി. കുളിക്കുന്നത് മുട്ടായി തിന്നാനായിരിക്കും കാശ്. മുട്ടായി അല്ലേ? മുട്ടായി ബാക്കി കാണിച്ചില്ല. ഇതിന്റെ കൂടെ ഇട്ടോണ്ട് ഞാൻ ചോദിച്ചു ഇനി മുട്ടായി തന്നെ ആണോന്ന്.
മുട്ടായിലേക്ക് നാളെ ഫുള്ള് ബബിളായിരിക്കും. അത് കട്ട് ഇല്ല കൊള്ളാല്ലേ? ഇല്ല കട്ട് ചെയ്യത്തില്ല. ഈ ബോൾസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെട്ടെനിക്കൊന്നും തുടങ്ങും നിന്റെ ഓർമ്മയ്ക്ക്. വേണമെന്നില്ല. ഇത് കൊള്ള നമ്മുടെ നാട്ടിലെ ജെംസ്. ഇതും നമുക്ക് കിട്ടിയതാട്ടോ. ഇത് ബുക്ക് കിട്ടിയാണോ? ഇത് കിട്ടിയാലോ എന്ന് വെച്ചാല് ഇവിടെ ഇങ്ങനൊക്കെ ഭയങ്കര തണുപ്പാണ് കുറച്ച് പോയാലേ കാര്യമുള്ളൂ. എനിക്കൊന്നും വേണ്ട. നിന്റെ താഴെ എനിക്ക് ഡ്രസ് ഉണ്ട്. ഞാൻ ചോദിച്ചായിരുന്നു ഈ സാധനം തരുമോന്ന്. ഇല്ല ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇടച്ചോക്കോളന്നല്ലേ പറഞ്ഞത്. കൊടുക്കുന്നുണ്ട്. ബില്ല് കണ്ടോ? ഈശോപ്പാ 25 euro. നാട്ടില് ഒരു 10,000 രൂപയായിട്ടുണ്ട് ഗൈസ്. എന്തായാലും 25 ഇവിടുത്തെ 1 euro എന്ന് പറയുമ്പോ എനിക്കൊരു 90 രൂപയാട്ടോ 1 euro നമ്മുടെ നാട്ടിലെ. കഴിഞ്ഞ ഇത്ര ഉണ്ടായിരുന്നുള്ളു. ഇതെല്ലാം എടുത്ത് ഇത് കൊള്ളാവോ? നിങ്ങള് സൗണ്ട് ഉണ്ടോ? അലമ്പാണോ? ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. സൗണ്ട് കേൾക്കാവോ? ഇത്രേ ഉള്ളു ഗായ്സ്. ചാച്ചാ പറയാം. ചാച്ചാ ചൂച്ചു എന്നാ അപ്പം ഓക്കെ ഗായ്സ്. Bye bye. Okay. Bye. See you. Choose. Choose. Bye bye.